അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എനിക്കെന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം പോകാറുള്ളത് മമ്പുറം തങ്ങളുടെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ദുആ ചെയ്ത് പോന്നാൽ മനസ്സിനൊരാശ്വാസമാണ്. കേരള ചരിത്രത്തിൽ ഇന്നും ആയിരങ്ങൾ ആദരവോടെ ഓർക്കുന്ന ഒരു മഹാനെക്കുറിച്ച്, അതാണ് നമ്മുടെ മമ്പുറം തങ്ങൾ. അവരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജനങ്ങളുടെ പ്രയാസങ്ങളിൽ കൂടെയുണ്ടായിരുന്ന, അറിവും ആത്മീയതയും കൊണ്ട് സമൂഹത്തെ നയിച്ചിരുന്ന മഹാനായ മമ്പുറം തങ്ങൾ. ആരാണ് മമ്പുറം തങ്ങൾ? എന്തുകൊണ്ടാണ് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതവും സേവനങ്ങളും കേരള ചരിത്രത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവും നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. കേരളത്തിൽ ജീവിച്ച ഒരു മഹാന്. മരണത്തിന് ശേഷം പോലും ലക്ഷങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ആരായിരുന്നു മമ്പുറം തങ്ങൾ? കേരള മുസ്ലിം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മഹാനാണ് സയ്യിദ് അലവി തങ്ങൾ. ജനങ്ങൾ സ്നേഹത്തോടെ മമ്പുറം തങ്ങൾ എന്ന് വിളിച്ചിരുന്ന വ്യക്തി. 1794 യമനിൽ ജനിച്ച അദ്ദേഹം പിന്നീട് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് താമസമാക്കി. ഇസ്ലാമിക പണ്ഡിതൻ, ആത്മീയ ഗുരു, സാമൂഹിക നവോത്ഥാന പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായി. അന്നത്തെ കാലത്ത് സാധാരണ ജനങ്ങൾ നേരിട്ടിരുന്ന അനീതികൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. മതവിദ്യാഭ്യാസത്തിനും ധാർമ്മിക ജീവിതത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. കേരളത്തിലെ നിരവധി മഹാന്മാരുടെ ഗുരുവും മാർഗദർശിയും ആയിരുന്ന മമ്പുറം തങ്ങൾ തൻ്റെ ജീവിതം മുഴുവൻ ജനസേവനത്തിനും ആത്മീയ ഉണർവിനുമായി സമർപ്പിച്ചു. 1845 അദ്ദേഹം വഫാത്തായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്ന മമ്പുറം ആയിരക്കണക്കിന് വിശ്വാസികൾ സന്ദർശിക്കുന്ന പ്രധാന ആത്മീയ കേന്ദ്രമാണ് മമ്പുറം മഖാം. മമ്പുറം തങ്ങളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസവും അറിവും ജനസേവനവുമാണ് യഥാർത്ഥ മഹത്വം എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മമ്പുറം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറവേറും. മമ്പുറം തങ്ങളുടെ ഹക്ക് ജാവ് ഫളിൽ കൊണ്ട്, കാരണം അവരൊക്കെ അത്രക്കും അള്ളാഹുവിനോട് അടുത്തവരാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മളെ കാര്യം മമ്പുറം തങ്ങളാൽ അള്ളാഹുവിനോട് പറഞ്ഞു കാണ്ട് നമ്മളെ കാര്യം നിറവേറും. കാരണം അത്രക്കും പവർഫുള്ളാണത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഫലം ഉണ്ടായിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ മമ്പുറം ആണ്ട് നേർച്ച നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇന്നാപ്പോൾ ജൂൺ 17 അങ്ങനെ എന്തോ ദിവസങ്ങളിൽ തുടങ്ങിയിരിക്കണു മമ്പുറം നേർച്ച. എത്രാം തീയതി വരെയോ, ജൂൺ 20 എത്രയോ വരെയോ ഉണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഈ സമയത്ത് പോവുക. അവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടനവധി ആൾക്കാരാണ് അവിടെ വരുന്നതും. കാരണം അവിടെ ചെന്നിട്ട് അവരുടെ ഹക്കാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും, ഷുവറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കി ഫലം ഉറപ്പാണ്. എന്തെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിനൊക്കെ മഹാനവറുകളുടെ പേരിൽ 3 യാസീൻ 4 യാസീനൊക്കെ നിയ്യത്താക്കിയിട്ട് ഓതിയാൽ 41 യാസീൻ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയണ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകൊണ്ടേ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പിടുത്തമാണല്ലോ.
അപ്പോൾ മമ്പുറന്നങ്ങളെ പിടുത്തമില്ലാത്തതിൽ ആരും തന്നെ ഉണ്ടാവില്ല. മമ്പുറം മുട്ടായി ഇറങ്ങാണ്ടൊക്കെ നമ്മളവിടെ പോയാൽ വാങ്ങി തിന്നില്ല. ഞാനിപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഒരു 6-7 മാസമായി ഇപ്പോൾ ഞാൻ പോയി വന്നിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി പോകണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.